മോദിയെ പുകഴ്ത്തുന്നതാണോ അതോ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ നടപടിയെ പ്രശംസിക്കുന്നതാണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ കുറ്റകരം എന്നതാണ് ചോദ്യം. മോദിയുടെ ഏത് നടപടിയെയും പുകഴ്ത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കേരളം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മിൽമയിലൂടെ ലഭിക്കുന്നത് വെളുത്ത പാലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും അത് വലിയ കുറ്റകൃത്യവും കൊടും ക്രൂരതയും ഒക്കെയാണ്. എന്താണ് സംഭവം എന്ന് വിശദീകരിക്കാം. കോൺഗ്രസ് പാർട്ടിയിലെ, അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം ശശി തരൂറുമായി ബന്ധപ്പെട്ടതാണല്ലോ. കേരളത്തിലെ വ്യവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച്, വ്യവസായ സൗഹൃദ സമീപനത്തിലെ പോസിറ്റീവായ മാറ്റത്തെക്കുറിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ തരൂർ എഴുതിയ ലേഖനമാണ് കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചത്. കണക്കുകളെല്ലാം തെറ്റാണെന്നും എല്ലാ വ്യവസായവും അടച്ചുപൂട്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നത് കണക്കുകളൊന്നുമില്ലാതെ തന്നെ ബോധ്യപ്പെടേണ്ടതുമാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായം. അങ്ങനെ ഇരിക്കെ സംസ്ഥാന സർക്കാർ ഒരു നിക്ഷേപ സംഗമം കൂടി നടത്തുന്ന ഈ വേളയിൽ ശശി തരൂർ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് ലേഖനം എഴുതിയത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയത് എന്ന് തരൂർ തുറന്നു വ്യക്തമാക്കി. രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കാണണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണം. തന്റെ നിലപാടിൽ മാറ്റമില്ല. വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണിത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയത് എന്നതൊക്കെയായിരുന്നു ഈ വിവാദത്തിനോടുള്ള തരൂരിന്റെ മറുപടി. പിന്നാലെ തരൂരിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണക്ക് ക്ലാസ് ഒക്കെ എടുത്തു. ലക്ഷങ്ങളുടെ ഗണിതത്തിലൊക്കെ സതീശന് പത്രസമ്മേളനത്തിൽ തന്നെ തെറ്റുപറ്റിയെങ്കിലും സംസ്ഥാനത്തെ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളെല്ലാം തെറ്റാണെന്ന് തരൂരിനെ മനസ്സിലാക്കിപ്പിക്കാനായിരുന്നു ഈ ക്ലാസ് എടുപ്പിന്റെ ഉദ്ദേശം. അവിടെയും തീർന്നില്ല. കെ സുധാകരനും നേരിട്ട് വിളിച്ച് തരൂരിന് ക്ലാസ് എടുത്തു എന്നാണ് കേൾക്കുന്നത്. യൂത്ത് കോൺഗ്രസുകാർ തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങിയെന്നും സാക്ഷാൽ കെ സുധാകരൻ അവരെ വിളിച്ച് തടഞ്ഞെന്നുമൊക്കെ വാർത്ത വന്നു. എന്തായാലും സൈബർ പ്രതിഷേധം അണപൊട്ടി. കടുത്ത തെറികളൊക്കെയായി കോൺഗ്രസ് പ്രവർത്തകർ തരൂരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയൊക്കെ പോസ്റ്റുകൾക്കടിയിൽ അക്ഷരാർത്ഥത്തിൽ ആറാടുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഓർമ്മ വന്നത് കോൺഗ്രസിന്റെ യുവരക്തവും രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ടിലൂടെ നേതാവുകയും ചെയ്ത VT ബൽറാമിന്റെ കാര്യമാണ്. 2016 നവംബർ 8 നോട്ട് നിരോധനം സംബന്ധിച്ച തീരുമാനമുണ്ടായ ഉടൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയെയും അഭിനന്ദിച്ച് VT ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. നോട്ട് നിരോധനം സംബന്ധിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് ഘടകവിരുദ്ധമായിരുന്നു VT ബൽറാമിന്റെ നിലപാട്. നടപടി ഫലപ്രദമല്ലെന്നും ജനദ്രോഹപരമാണെന്നും ഒക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നോട്ട് നിരോധനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ഈ നോട്ട് നിരോധനം നല്ലതാണെന്ന നിലപാടായിരുന്നു VT ബൽറാമിന്. കുറച്ചു ദിവസം വലിയ അസൗകര്യമുണ്ടെങ്കിലും പൊതുവിൽ നോക്കുമ്പോൾ കള്ളപ്പണത്തിനും അഴിമതിക്കുമെതിരെയുള്ള ശക്തമായ നടപടിയാകുമെന്ന പ്രത്യാശയാണ് VT ബൽറാം പ്രകടിപ്പിച്ചത്. VT ബൽറാമിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാൻ അന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ, വിശേഷാൽ VD സതീശൻ പത്രസമ്മേളനമൊന്നും വിളിച്ചില്ല. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മോദിയെ പുകഴ്ത്തിയ നേതാവിനെതിരെ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തിയതായും അറിവില്ല. VT ബൽറാമിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്താൻ ഒരുങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെ അന്നത്തെ KPCC പ്രസിഡന്റ് വിലക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ദയവായി ഈ വീഡിയോക്ക് കീഴിൽ കമന്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നോട്ട് നിരോധന വിഷയത്തിൽ തന്റെ നിലപാട് തെറ്റായിരുന്നു എന്ന് VT ബൽറാം പറയുന്നത് നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തെ അപ്പോഴും VT ബൽറാം ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നതും രസകരമാണ്. ആ സമയത്തെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഗീതാ ഗോപിനാഥ് അടക്കം പലരും ആദ്യഘട്ടത്തിൽ നോട്ട് നിരോധനത്തെ സ്വാഗതം ചെയ്തിരുന്നുവെന്നാണ് ബൽറാം ന്യായീകരിച്ചത്. സ്വന്തം പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞെന്നോ, പാർട്ടിയിലെ ധനകാര്യ വിദഗ്ധൻ കൂടിയായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്ത് പറഞ്ഞെന്നോ, എന്തുകൊണ്ട് ഒരു കോൺഗ്രസുകാരനായ VT ബൽറാം തിരക്കിയില്ല എന്നൊന്നും ആരും അന്വേഷിച്ചു കണ്ടില്ല. BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ BJPയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എന്ന നിലയിലൊക്കെയായിരുന്നു നോട്ട് നിരോധനം. ഈ നോട്ട് നിരോധനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു.
അപ്പോഴും ആ നടപടിയെ പുകഴ്ത്തിയ ബൽറാമിന് ദുർബലമായ പ്രതിഷേധം പോലും നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ CPM-നെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ പുകഴ്ത്താതെ കണക്കുകൾ നിരത്തി കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു എന്ന് ലേഖനം എഴുതിയപ്പോൾ തന്നെ ശശി തരൂരിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. ഇതേ ശശി തരൂർ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു പ്രസ്താവന നോക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നതെന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഇതിൽ ഒരു കോൺഗ്രസ് നേതാക്കൾക്കും ഇത്രത്തോളം പ്രതിഷേധമില്ല. യൂത്ത് കോൺഗ്രസിന് മാർച്ച് നടത്തേണ്ട, VD സതീശന് വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല, നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതേസമയം മോദിയുടെ US സന്ദർശനത്തിന്റെ ഫലപ്രാപ്തിയിൽ കോൺഗ്രസ് പാർട്ടി വലിയ സംശയമൊക്കെ ആയിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് പാർലമെന്റിലടക്കം കോൺഗ്രസ് വലിയ പ്രതിഷേധമൊക്കെ അറിയിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടിയിൽ തെറ്റില്ലെന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത്. എന്നാൽ അവരെ കൊണ്ടുവരുന്ന രീതി സംബന്ധിച്ച് ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പൊന്നും ലഭിക്കാത്തതിനാലാണ്, അതിൽ മാത്രമാണ് നിരാശയെന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. യാതൊരു പ്രതിഷേധവും ആ വിഷയത്തിലൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൽ മോദിയെ പുകഴ്ത്തുന്നത് യാതൊരു പ്രശ്നവുമില്ലാതെ ആകുന്നത്? എന്തുകൊണ്ടാണ് പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് കമന്റുകളിൽ ഇത്രയധികം ഇവർ അസഹനീയത വച്ചു പുലർത്തുന്നത്? വളരെ ലഘുവായ ഒരു രാഷ്ട്രീയ കാര്യമാണത്. അതായത് കേരളത്തിൽ തുടർച്ചയായി 2 ടേമുകളിലായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും സംസ്ഥാനത്ത് ഭരണം കിട്ടിയില്ലെങ്കിൽ കാര്യം പോക്കാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് 60 വയസ്സുള്ള നേതാക്കൾക്കൊക്കെ ഈ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വയസ്സ് 70 ആകും. ഉമ്മൻചാണ്ടി കാലത്ത് 30-ഉം 40-ഉം ഒക്കെ പ്രായമുണ്ടായിരുന്ന യുവ നേതാക്കളൊക്കെ ഇപ്പോൾ മധ്യവയസ്കരും മുതിർന്ന നേതാക്കളുമൊക്കെയായി. എല്ലാവരും സ്ഥാനമോഹികൾ തന്നെ. സ്ഥാനം കിട്ടാതെ കാലം കടന്നു പോകുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തത്തിൽ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഇനി കോൺഗ്രസ് ഒരിക്കലും പഴയ പ്രതാപത്തിൽ അധികാരത്തിലെത്തില്ലെന്ന് എല്ലാ സംസ്ഥാനത്തുമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരു 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 തോന്നൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന ഭരണമെങ്കിലും പിടിക്കണം, അതാണ് മോഹം. ഡൽഹിയിൽ ആം ആദ്മിയെ തോൽപ്പിക്കണം, കേരളത്തിൽ CPM-നെ തോൽപ്പിക്കണം. ന്യൂനപക്ഷങ്ങളെയും വിശേഷാൽ SDPI ജമാഅത്തെ ഇസ്ലാമി ഗ്യാങ്ങിനെയും ഒക്കെ കൂടെ കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു BJP വിമർശനവും മോദി വിരുദ്ധതയും ഒക്കെ മതി. അതല്ല, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതാണ് കേരളത്തിലെ ഒരു പൊതു കോൺഗ്രസ് ബോധം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ കേരളത്തിലെ നിലവിലെ സംസ്ഥാന സർക്കാരിനെ പിന്തുണക്കുന്ന രീതിയിൽ ഒരു കോൺഗ്രസ് നേതാവും പ്രസ്താവന നടത്തരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ചിലപ്പോൾ കായികമായി ആക്രമിക്കപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. മോദിയെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ല. അതിനെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനായി മാത്രമേ കോൺഗ്രസും പാർട്ടി നേതൃത്വവും കാണുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.